അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുണ്ടായി, ഒരു സത്യവിശ്വാസി അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥന നടത്തിയാൽ കുടുംബബന്ധം മുറിക്കുന്നതിനോ എന്തെങ്കിലും പാപം ചെയ്യുന്നതിനോ അല്ലാത്ത ഒരു പ്രാർത്ഥന, ഒരാവശ്യം, ഒരടിമ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉറപ്പായും അത് സ്വീകരിക്കും. 3 രീതിയിലുള്ള പ്രതികരണം ആയിരിക്കും അള്ളാഹുവിനുണ്ടാകുക. മൂന്നിലേതെങ്കിലും ഒന്ന്. ഒന്നാമതായി പ്രവാചകൻ പറഞ്ഞു, ഒന്നുകിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രാർത്ഥന അള്ളാഹു ഉടൻ സ്വീകരിക്കും, അവന്റെ ദുആ സ്വീകരിച്ചിരിക്കും. എത്ര വലുതാണെങ്കിലും അള്ളാഹു സ്വീകരിച്ചിരിക്കും. 2, വഇമ്മ യത്തഖറഹ ലഹു ഫിൽ ആഖിറ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ അവനത് സൂക്ഷിച്ചു വെച്ച് പകരം കൊടുക്കും. ഭൂമിയിലെ സ്വീകരിക്കപ്പെടാത്ത ദുആ, അതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പകരം ആഖിറത്തിൽ മരണാനന്തര ജീവിതത്തിൽ വമ്പിച്ച പ്രതിഫലം കൊടുക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വീകരിക്കപ്പെടാത്ത ദുആക്കളുടെ പ്രതിഫലം ആഖിറത്തിൽ വെച്ച് അടിമ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു എന്റെ ഒരു ദുആയും സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എന്നവൻ സന്തോഷിച്ച് വിളിച്ചു പറയുമെന്ന് മഹാനായ പ്രവാചകൻ പറയുകയുണ്ടായി. മൂന്നാമതായി അവിടെ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവനെ ചെയ്ത ദുആയുടെ പേരിൽ ആ കാര്യം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും അതിന്റെ പേരിൽ അവൻ നിശ്ചയിച്ചിരുന്ന ഒരാപത്ത്, ഒരു പരീക്ഷണം, ഒരു കഠിനമായ പരീക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കും. എത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു നൽകുന്നത് ദുആ സ്വീകരിക്കുന്നതിന്.